Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗവും CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ കെ രാഘവൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. പയ്യന്നൂരുകാർക്ക് കെ രാഘവൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട KR ആണ്. പ്രായാധിക്യത്താലും കഴിയാവുന്ന ദൂരങ്ങളിലൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്ത് അടുത്ത കാലം വരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തന്റെ ചുമതലകളുമായി ഇത്രയും കാലം ഓടി നടക്കുകയായിരുന്നു KR. പയ്യന്നൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി സ്റ്റാളിലെ സ്ത്രീയിൽ നിന്ന് 2000 രൂപ തട്ടിയെടുത്തു. പെരുമ്പ KSRTCക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് തട്ടിയെടുത്തത്. പരമ്പരാഗത അനുഷ്ഠാനവും ഭക്തിയും സമന്വയിച്ച് പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മീനമൃതേത്. ക്ഷേത്രത്തിലെ കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആപാലവൃത്തം കവ്വായിക്കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത്. വാർത്തകൾ വിശദമായി. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗവും CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ കെ രാഘവൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലായിരിക്കെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 നടക്കും. 1968 KR പാർട്ടി അംഗമാകുന്നത്. 3 ദശാബ്ദത്തിലേറെ കാലം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വന്നു. ഗണേഷ് ബീഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാകുന്നത്. KSYF വില്ലേജ് ഭാരവാഹിയായിരുന്നു. CPIM അവിഭക്ത പയ്യന്നൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. ബീഡി തൊഴിലാളി യൂണിയൻ, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വമായി പ്രവർത്തിച്ച KR CITU പയ്യന്നൂർ ഏരിയ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഭക്ഷ്യസമരം, മിച്ചഭൂമി സമരം, പയ്യന്നൂർ ഷൺമുഖാപ്ര സമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭ കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച KR പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട്. കെ രാഘവൻ എൻ്റെ സഹോദര തുല്യമായിട്ടാണ് ഞങ്ങളെല്ലാം തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വളരെ ചെറിയ പ്രായം മുതൽ ബീഡി കമ്പനിയിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ആ അവസരത്തിൽ രാവിലെ മുതൽ ഉച്ചവരെ രാഘവനും, ഉച്ചയ്ക്ക് ശേഷം ഞാനും വൈകുന്നേരം വരെ പത്രങ്ങളും അതുപോലെ തന്നെ നോവലുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള വായനകൾ സ്ഥിരമായിട്ട് ആ ബീഡി കമ്പനിയിൽ നടത്തുമായിരുന്നു. അതിവിപുലമായ ജനകീയ സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്നു കെ രാഘവൻ. കെ രാഘവനെ അടയാളപ്പെടുത്തുന്നത് തന്നെ ആ വിപുലമായ സൗഹൃദ വലയം എന്ന നിലയിൽ തന്നെയായിരുന്നു. സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് പാർട്ടി ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നത് ശീലമാക്കിയ രാഘവൻ കാർഷിക വൃത്തിയും കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. സഖാവ് കെ രാഘവൻ ഞങ്ങളെപ്പോലുള്ള
പുതിയ തലമുറയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ്. എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപെടേണ്ടത്, എങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയേണ്ടത്, പാർട്ടി കമ്മിറ്റികളിൽ എങ്ങനെയാണ് തൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് എന്ന കാര്യത്തിൽ കണിശതയും സൂക്ഷ്മതയും പുലർത്തിയിട്ടുള്ള ജനകീയ നേതാവായിരുന്നു ശ്രീ കെ രാഘവൻ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി, കൈരളി ഹോട്ടൽ, പയ്യന്നൂർ ദിനേശ് ബി ഡി സഹകരണ സംഘം എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. ദിനേശ് കേന്ദ്ര സംഘം ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു. എ വി കുഞ്ഞമ്പു, പി കണ്ണൻ നായർ, സുബ്രഹ്മണ്യ ഷേണായി, സി പി നാരായണൻ, ടി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങൾ കെആറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകിയിരുന്നു. പരേതയായ കാർത്യായനിയാണ് ഭാര്യ. സുനില, സുനിൽകുമാർ, സുധീർ, സുരേഷ് എന്നിവർ മക്കളാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും വൈകുന്നേരം 5 മണി മുതൽ കണ്ടങ്കാളി വായനശാലയിലും പൊതുദർശനം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ സ്വന്തം കെആർ വിടവാങ്ങി. സാധാരണക്കാരോടൊപ്പം നടന്ന് സാധാരണക്കാരനെ പോലെ ജീവിച്ച കെ രാഘവൻ വ്യത്യസ്തമായ ഒരു ജീവിതത്തിന്റെ ഉടമ കൂടിയായിരുന്നു. പയ്യന്നൂരിൻ്റെ കെആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെ രാഘവൻ വിടവാങ്ങുമ്പോൾ പയ്യന്നൂരിലെ സൗമ്യമായ ഒരു രാഷ്ട്രീയ യുഗം അസ്തമിക്കുകയാണ്. പയ്യന്നൂരിൻ്റെ മുക്കിലും മൂലയിലും മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലും വലിയൊരു സൗഹൃദ വലയത്തിനുടമയായിരുന്നു കെ രാഘവൻ. കൃഷി ഒരു നേരം പൊക്കോ അഭിനയമോ ആയിരുന്നില്ല ഇദ്ദേഹത്തിന്, ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. കൃഷി മാത്രമല്ല, പശുക്കളെയും രാഘവന് അത്രമേൽ സ്നേഹമായിരുന്നു. പശുക്കളെ വളർത്തി കയ്യിൽ നിന്ന് പണം എത്ര പോയെന്ന് അറിയില്ലെന്ന് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. പാടത്തും പാർട്ടി ഓഫീസിലും പൊതുയോഗങ്ങളിലും സർവോപരി സാധാരണ ജനങ്ങൾക്കിടയിലും കെ രാഘവൻ തൻ്റെ ജീവിതം വളർത്തിയെടുത്തു. ജീവിതത്തിൻ്റെ 3/4 പങ്കും സൈക്കിളിലായിരുന്നു യാത്ര. സാധാരണ മനുഷ്യരുടെ കൂടെ നടന്ന് മണ്ണിനെയും മനുഷ്യനെയും മൃഗങ്ങളെയും അത്രമേൽ സ്നേഹിച്ച കെആർ എന്ന കെ രാഘവന് വിട. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരുകാർക്ക് കെ രാഘവൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട കെആർ ആണ്. പ്രായാധിക്യത്താൽ കഴിയാവുന്ന ദൂരങ്ങളിലൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്ത് അടുത്ത കാലം വരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തന്റെ ചുമതലകളുമായി ഓടി നടക്കുകയായിരുന്നു കെആർ. 59 വർഷത്തിലധികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് കെ രാഘവൻ എന്ന പയ്യന്നൂരുകാരുടെ കെആർ. 1969 പയ്യന്നൂരിൽ ദിനേശ് ബി ഡി കമ്പനി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കെ രാഘവൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. ദിനേശ് ബി ഡി ഫാക്ടറി കമ്മിറ്റി സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം. 16-ാം വയസ്സിൽ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ട്രഷറി ഓഫീസ് പിക്കറ്റിങ്ങിനിടെ അറസ്റ്റിലായ ശേഷമായിരുന്നു ജയിൽവാസം. 1968 പാർട്ടി അംഗമാകുന്നത്. പിന്നീട് കണ്ടങ്ങാളി ബ്രാഞ്ച് സെക്രട്ടറി, പയ്യന്നൂർ മുനിസിപ്പൽ ലോക്കൽ മെമ്പർ, ലോക്കൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർ, ബീഡി തൊഴിലാളി യൂണിയൻ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമായി. നേരത്തെ CITU അഖിലേന്ത്യാ കൗൺസിൽ മെമ്പറായിരുന്ന കെആർ ഇപ്പോൾ ജില്ലാ കൗൺസിലിൽ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത്. കൃഷിയാണ് കെആറിന്റെ പ്രധാന ഉപജീവന മാർഗം. നെല്ല്, ഉഴുന്ന്, പയർ, തുവര തുടങ്ങി വർഷാവർഷം വയലിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്ന തിരക്കിനൊപ്പം തന്റെ പ്രായാധിക്യത്തിലും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അടുത്ത കാലം വരെ തന്റെ ചുമതലകളുമായി ഓടി നടന്നിരുന്ന കെആർ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് പയ്യന്നൂരിലെ പാർട്ടിയെ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി മാറ്റിയവരിൽ ഒരാളെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി സ്റ്റാളിലെ സ്ത്രീയിൽ നിന്നും 2000 രൂപ തട്ടിയെടുത്തു. പെരുമ്പ KSRTCക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് തട്ടിയെടുത്തത്. തട്ടിപ്പുകളുടെ വാർത്തകൾ ദിനേന കേൾക്കുന്നവരായാലും മോഷ്ടാവിന്റെ വാക്ചാതുരിയിൽ വിശ്വസിച്ച് കബളിപ്പിക്കപ്പെട്ടു പോകുന്നവരാണേറെയും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പെരുമ്പ KSRTCക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് മോഷ്ടാവ് തട്ടിയെടുത്തത്. ലോട്ടറി വാങ്ങുവാനെന്ന വ്യാജേന എത്തിയ മോഷ്ടാവ് 400 രൂപയ്ക്ക് ലോട്ടറി എടുക്കുകയും താൻ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും പയ്യന്നൂർ ഓഫീസിലാണെന്നും പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീടാണ് തന്ത്രപരമായി പണം കൈക്കലാക്കുന്നത്. ഉച്ചക്കര് 12:50 1 മണിക്കുള്ളിൽ ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഇൻസൈഡലാക്കിയിട്ട് ബൈക്കിൽ ഹെൽമെറ്റ് ധരിച്ചിട്ട് വന്നത്. എന്നിട്ട് എന്നോട് 8 ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞാൻ 8 ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. 400 രൂപ വാങ്ങി 100 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എവിടെയാണ് വീട് എന്നാലും ചോദിച്ചാൽ അന്വേഷിച്ചത് ഞാൻ അന്നൂരാണ്,
ഞാൻ അന്നൂരാന്ന്, അമ്പലത്തിൻ്റെ ബാക്കിലാണ് വീട്, ഞാൻ ആർമിയിൽ നിന്ന് ഇതായതാന്ന്, എന്നിട്ട് ഇപ്പോൾ എക്സൈസിലാണെന്നും പറഞ്ഞു പയ്യന്നൂർ. അപ്പം എന്നിട്ട് എന്നോട് ഇങ്ങനെ പിടിച്ചു വെച്ച സാധനമുണ്ട്, കുറച്ച് സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണോ വെച്ചിട്ട് എന്നോട് 2000 രൂപ വാങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വിളിച്ചേരം പറഞ്ഞത് അങ്ങനെയുള്ള ആളില്ല. അന്നേരം ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത്. ശരിക്കും ഞാൻ 10-18 വർഷമായി പെൻബിൽ ഇങ്ങനെ വഴിയോര കച്ചവടം ചെയ്യുന്ന ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ്. ഞാൻ കഷ്ടപ്പെട്ട്, എനിക്കൊരു മോനും കൂടിയേ ഉള്ളൂ. അപ്പം ജീവിത പ്രശ്നം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. എനിക്ക് നമ്മൾ വിശ്വസിച്ചിട്ട് കൊടുത്തു പോയി. ഇങ്ങനെ അന്നൂര് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അയാൾ പറയുകയും ചെയ്തു. എൻ്റെതും പറഞ്ഞു എക്സൈസിൽ ജോലി ചെയ്യുന്നവനെ ഇതും പറയുകയും ചെയ്തു. കൃഷ്ണേട്ടൻ്റെ മോനാണോ എന്നും ചോദിക്കുകയും ചെയ്തു. അന്നേരം നമ്മൾ വിശ്വസിച്ച് പോയില്ലേ. പണം വാങ്ങിപ്പോയ ആൾ തിരിച്ചു വരാതെയായപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി പോലീസിൽ പരാതി നൽകിയത്. പോലീസും എക്സൈസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ബൈക്കിൽ രക്ഷപ്പെട്ടു പോകുന്ന തട്ടിപ്പുകാരന്റെ ദൃശ്യം സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരമ്പരാഗത അനുഷ്ഠാനവും ഭക്തിയും സമന്വയിച്ച് പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മീനമൃതയത്ത്. ക്ഷേത്രത്തിലെ കലശമഹോത്സവത്തിന്റെ ഭാഗമായാണ് തെരുവിലെ ആബാലവൃതം കവ്വായി കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത്. അഞ്ചാം കലശ ദിനമായ ബുധനാഴ്ച വെളുക്കാൻ 7:30 രാവുള്ളപ്പോൾ ദിഗന്ധങ്ങൾ ഭേദിച്ച് മീനമൃത് അറിയിച്ചുകൊണ്ടുള്ള പെരുമ്പര മുഴങ്ങി. മാടായി തിരുവർക്കാട്ടുകാവിൽ നിന്നും തെരുവിലേക്ക് എത്തിയ കോലസ്വരൂപത്തിങ്കൽ തായ് പരദേവതയ്ക്ക് നിവേദ്യത്തിനുള്ള മീനമൃതയത്തിന് പുറപ്പെടുവാനുള്ള അറിയിപ്പാണ് ഈ പെരുമ്പര മുഴക്കം. തുടർന്ന് മധ്യാഹ്നമാവുമ്പോഴേക്കും 9 തവണ പെരുമ്പര മുഴങ്ങിയതോടെ തെരുവിലെ പുരുഷാരം തോർത്തുമുണ്ടുടുത്ത് കയ്യിൽ ചൂരലുമായി ക്ഷേത്രനടയിലെത്തി. ക്ഷേത്രത്തിന് മുന്നിലെത്തിയ വിശ്വാസികളെ മഞ്ഞക്കുറിയിട്ട് സ്വീകരിച്ച മൂത്ത ചെട്ടിയാൻ ഭഗവതിയുടെ തിരുമൊഴി ചൊല്ലിക്കേൾപ്പിച്ചു. തിരുമൊഴി ഏറ്റുവാങ്ങിയ പുരുഷാരം ആർപ്പുവിളികളോടെ 3 തവണ ക്ഷേത്രം വലം വച്ചാണ് മീൻ പിടിക്കാനായി കവ്വായിക്കായൽ ലക്ഷ്യമാക്കി പടിഞ്ഞാറു ഭാഗത്തേക്ക് പോകുന്നത്. കായലിന്റെ കൈവഴികൾ നീന്തി കയറിയാണ് മടപ്പള്ളി താഴത്ത് കായലിലെത്തി മത്സ്യബന്ധനം തുടങ്ങുന്നത്. ഇവിടെ നിന്ന് 21 കോവ മത്സ്യമാണ് വിജയഭേരി മുഴക്കി മഹാനിവേദ്യത്തിനായി ക്ഷേത്രത്തിലെത്തിക്കുക. ബാക്കി മത്സ്യം പ്രസാദമായി പുഴക്കരയിലെ ഇതര സമുദായക്കാർക്കുൾപ്പെടെ വിതരണം ചെയ്യും. സന്ധ്യയ്ക്ക് ദീപാരാധനാ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്ന മീനമൃത് ക്ഷേത്രേശ്വരന്മാർ അരിയും കുറിയുമിട്ട് സ്വീകരിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കും. രാത്രിയിൽ ഭഗവതിയുടെ 2 തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. തിരുമുഖ ദർശനത്തിനും പാലമൃത് മീനമൃത് സ്വീകരണത്തിനും ക്ഷേത്ര പ്രദക്ഷിണത്തിനും ശേഷം അർദ്ധരാത്രിയോടെ 5ാം കലശത്തിന് സമാപനമാകും. വ്യാഴാഴ്ച രാക്കലശം, രാത്രി വടക്കേവാതിൽ തുറന്നുള്ള ദേവീ ദർശനം, തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് ഇവയും നടക്കും. വെള്ളിയാഴ്ച ഊർബലി, വീരഭദ്രന്റെ പുറപ്പാട് ഇവയോടെ 7 രാപ്പകലുകൾ നീളുന്ന കലശ മഹോത്സവത്തിന് കൊടിയിറങ്ങും. ഈ 5ാം ദിവസത്തെ മീനവൃത് എന്ന മഹൽ കർമ്മമാണ് ഉത്സവത്തിൻ്റെ വഴിത്തിരിവായ വളരെ പ്രധാനപ്പെട്ട കർമ്മം. സാത്വിക ഭാവരൂപിണിയായ ദേവിക്ക് ശ്രീലകത്ത് സാത്വികമായ നിവേദ്യങ്ങളാണെങ്കിലും പ്രതിവർഷം ആണ്ടിലൊരിക്കൽ ശാക്തേയമായ ഭക്ഷണവും കൂടി നൽകുക എന്നൊരു കർമ്മം പുരാണകാലം മുതലേ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കർമ്മം നടത്തുന്നതിന് വേണ്ടിയുള്ള മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി ഈ സമൂഹത്തിലെ പുരുഷാരം പടിഞ്ഞാറ് കവ്വായി പുഴയിലേക്ക് യാത്ര തിരിക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ക്ഷേത്രത്തിലെ ക്ഷേത്രേശന്മാരിൽ നിന്നുള്ള മൊഴി കേട്ട്
അവരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം സ്വീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ പുരുഷാരവും പടിഞ്ഞാറ് കവ്വായി പുഴയെ ലക്ഷ്യമാക്കി ഓടിപ്പോകും. പുഴയിൽ നിന്ന് വടിയും വലയും വെച്ച് പിടിക്കുന്ന മത്സ്യം ഇന്ന് വൈകുന്നേരം ത്രിസന്ധ്യാനേരത്തോടുകൂടി വളരെ ആഘോഷമായി ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ഇന്നത്തെ മീനവോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഏപ്രിൽ 26-27 ചെർണോബിൽ ദിനത്തിൽ ചീമേനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ ആണവവിരുദ്ധ സമ്മേളനം നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ രണ്ടാം ദിന പര്യടനം പയ്യന്നൂരിൽ നിന്നും തുടങ്ങി. ഏപ്രിൽ 26-27 ചെർണോബിൽ ദിനത്തിൽ ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ ആണവവിരുദ്ധ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഏപ്രിൽ 22-23 തീയതികളിൽ നടക്കുന്ന ദ്വിദിന വാഹന പ്രചരണ ജാഥയുടെ രണ്ടാം ദിന പര്യടനം പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ചു. 30 വർഷങ്ങൾക്ക് മുന്നേ ആണവ നിലയത്തിനെതിരെ വിജയിച്ച ജനകീയ സമരത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്ത് നിന്ന് ഇന്നലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ ഡോക്ടർ AK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ പെരുമ്പ, കോത്തായിമുക്ക്, കാങ്കോൽ, മാത്തിൽ, സ്വാമിമുക്ക്, ഓണക്കുന്ന്, കരിവെള്ളൂർ, വെള്ളച്ചാർ, ചെമ്പ്രകാനം, പോതാവൂർ, ചാനുടുക്കം, വെളിച്ചന്തോട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. വൈകുന്നേരം 5 മണിക്ക് ചീമേനിയിൽ തന്നെ സമാപിക്കും. ജാഥയ്ക്ക് കോത്തായിമുക്കിൽ നൽകിയ സ്വീകരണത്തിൽ ചീമേനി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി കൺവീനർ N. സുബ്രഹ്മണ്യൻ സംസാരിച്ചു. ഈ ആണവനിലയ ഈ താപനിലയങ്ങളിൽ നിന്ന് വൈദ്യുതി ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് പൂട്ടിപ്പോയത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് വില കൂടിയ വൈദ്യുതി താങ്ങാൻ പറ്റില്ല കേരളത്തിന് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന 5 താപനിലയങ്ങൾ. ഇത് ആരെങ്കിലും എതിർത്ത് സമരം ചെയ്ത് പൂട്ടിയതല്ല. സർക്കാർ വൈദ്യുത ബോർഡ് വിദ്യുച്ഛക്തി ആ സ്ഥാപനങ്ങളിൽ നിന്ന് മേടിക്കാത്തത് കൊണ്ട് പൂട്ടിയതാണ്. അതുകൊണ്ട് കേരളത്തിൽ വൈദ്യുതി പദ്ധതികൾ തുടങ്ങുമ്പോൾ ഈ വൈദ്യുതിയുടെ വില അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കണം, അപകടങ്ങൾ പരിഗണിക്കണം. ആണവ നിലയങ്ങൾ കഴിഞ്ഞ 35 വർഷമായി ഇന്ത്യയിൽ എവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് തന്നെ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ അടക്കം ആണവ നിലയങ്ങൾ അടച്ചു പൂട്ടുകയാണ്. പുതിയ വൈദ്യുതി ഉത്പാദന മാർഗങ്ങൾ സോളാർ വൈദ്യുതിയും അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയും ഒക്കെ ഇന്ത്യയിൽ വൻതോതിൽ എന്ന് പറഞ്ഞാൽ 30%. സമിതി ചെയർമാൻ ഡോക്ടർ D. സുരേന്ദ്രനാഥ്, VK രവീന്ദ്രൻ, അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ, സുഭാഷ് ചീമേനി, T. മാധവൻ, P. മുരളീധരൻ, M. സുൽഫത്ത്, മേരി എബ്രഹാം, KP വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചീമേനിയിലെ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക, ആണവാപകട സാധ്യത നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക, സ്വകാര്യ ആണവ നിലയ സ്ഥാപനത്തിനായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച ബജറ്റ് വിഹിതം റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചീമേനിയിൽ ആണവ വിരുദ്ധ സമ്മേളനം നടക്കുന്നത്. ഏപ്രിൽ 26 ഉച്ചയ്ക്ക് 2 മണിക്ക് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനം ഡോക്ടർ സുരേന്ദ്ര ഗഡേക്കർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സാഗർ ധാര, ഡോക്ടർ സൗമ്യ ദത്ത, ഡോക്ടർ SP ഉദയകുമാർ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും ആക്ടിവിസ്റ്റുകളും 2 ദിവസത്തെയും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഏപ്രിൽ 27 വൈകുന്നേരം 4 മണിക്ക് ചീമേനി ടൗണിൽ പൊതുയോഗം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. KPOA കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ നാടകയാത്ര പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നാടകം അവതരിപ്പിച്ചു. പാഠം 1 ഒരു മദ്യപാനിയുടെ ആത്മകഥ എന്ന നാടകം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു സമൂഹം നമ്മുടെ കൊച്ചു കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞേ മതിയാവും. നമുക്ക് ജീവിക്കാൻ ലഹരി വേണം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അല്ല. പരസ്പര സ്നേഹത്തിന്റെ ലഹരി, സാഹോദര്യത്തിന്റെ ലഹരി, പഠിക്കുവാനുള്ള ലഹരി, ഉയർന്ന ജീവിത ലക്ഷ്യം നേടാനുള്ള പരിശ്രമത്തിന്റെ ലഹരി, രാജ്യത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള രാജ്യസ്നേഹത്തിന്റെ ലഹരി. KPOA കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ നാടകയാത്ര പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നാടകം അവതരിപ്പിച്ചു. പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NV രമേശൻ അധ്യക്ഷനായ ചടങ്ങിൽ K. പ്രസാദ് സ്വാഗതം പറഞ്ഞു.
ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ പാഠം 1 ഒരു മദ്യപാനിയുടെ ആത്മകഥ എന്ന നാടകം അവതരണ ഭംഗി കൊണ്ട് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. ഏപ്രിൽ 25, 26 തീയതികളിൽ പയ്യാവൂർ NSS ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എന്റെ മകൻ നിഖിൽ അവനെ അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, അതും എഞ്ചിനീയറിംഗിന്. കുറച്ചുനാൾ കഴിയുമ്പോ അവനും എന്നെ പോലൊരു എഞ്ചിനീയറാ. അപ്പോഴും നിന്റെ ഈ മുറിവുണ്ടല്ലോ, ഇവിടെ കിടന്ന് ചാണകവും വാരി കാടിയും കലക്കി പേരാ പോരാ തെണ്ടി നടക്കും. കാണോ? കഴിഞ്ഞ ദിവസം അക്രമം നടന്ന ഏഴിലോട് കാരാട്ടെ കെ പ്രകാശന്റെ വീട് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ സന്ദർശിച്ചു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ഏഴിലോട് കാരാട്ടെ കെ പ്രകാശന്റെ വീട്ടിൽ അക്രമം നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ തകർക്കുകയായിരുന്നു. സംഭവ സമയം പ്രകാശനും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. പ്രകാശന്റെ പരാതിയിൽ പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട്. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. ഈ അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല. പോലീസ് ഇവിടെ തന്നെ ഈ കല്ലേറ് നടത്തി ഈ ചില്ലുകളൊക്കെ പൊളിച്ച് ഇവിടെ കുടുംബത്തിന് സ്വസ്ഥമായി പേടികൂടാതെ താമസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ആളുകളെ വളരെ ചെറിയ വകുപ്പിൽ പെടുത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവരപ്പോൾ തന്നെ അവിടുന്ന് വിടുന്ന ഒരു രീതിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയത്ത് നേരത്തെ ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് CPMൻ്റെ ചില ആളുകളുടെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളിൽ ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തുന്ന CPMൻ്റെ ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ഇവിടുത്തെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായ രീതിയിൽ ഈ അക്രമം നടത്തിയ ആളുകൾ അവരുടെ പേരിൽ മുഖം നോക്കാതെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാവണം. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, AV സനൽകുമാർ, ശങ്കരൻ കൈതപ്രം, സുജിത് വടക്കൻ, T ശശീന്ദ്രൻ തുടങ്ങിയവർ CK പത്മനാഭനൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജമ്മു കാശ്മീരിൽ നടന്ന സംഭവം പാകിസ്ഥാന്റെ പഴയ ഭീകര പ്രവർത്തനത്തിന്റെ തുടർച്ചയാണെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴിലോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീരിൽ നടന്ന സംഭവം അത് പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന പഴയ ഭീകര പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇടവേളയിൽ കുറച്ച് ആശ്വാസം വന്നിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് അവിടെ പഹൽഗാമിൽ പോയിട്ടുള്ള ആളെ ഞാൻ ഇന്നലെ കൊച്ചിയിൽ വെച്ച് കണ്ടു. വളരെ ശാന്തമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് പഹൽഗാം. വളരെ സമാധാനപരമായിരുന്നു അവിടെ. വളരെ നല്ല രീതിയിൽ വിനോദസഞ്ചാരികളൊക്കെ വരുന്നു, മുതൽ മുടക്ക് വരുന്നു, ആളുകൾക്ക് യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നു, ജനങ്ങൾക്ക് സ്വൈര ജീവിതം. ഇത് വന്നപ്പോൾ പാകിസ്ഥാനെ സഹിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ പ്രശ്നം പാകിസ്ഥാൻ ഛിന്നഭിന്നമായി തീരാൻ വേണ്ടി പോവുകയാണ്. കാരണം പാകിസ്ഥാൻ്റെ അകത്ത് ബലൂചിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെ ഈ പാകതീന കാശ്മീരിലുള്ള സ്വാതന്ത്ര്യവാദികൾ, ഇങ്ങനെ പാകിസ്ഥാൻ്റെ അകത്ത് ഒരുപാട് ഈ ശിഥിലീകരണ പ്രവർത്തന സ്വാതന്ത്ര്യവാദികൾ, പാകിസ്ഥാൻ്റെ ഈ മതഭീകരതയെ, ഭീകരഭരണത്തെ അംഗീകരിക്കാത്ത ഒരുപാട് സ്വാതന്ത്ര്യവാദികൾ പാകിസ്ഥാനിലുണ്ട്. അതിൽ ബലൂചിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പാകിസ്ഥാനിലെ വളരെ അതിൻ്റെ സമ്പത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ധാതുക്കളൊക്കെ ഉള്ളത് ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാനിൽ അവർ പാകിസ്ഥാൻ്റെ മേൽക്കോയ്മയെ അംഗീകരിക്കാതെ ഞങ്ങൾക്കൊരു സ്വതന്ത്ര ഭരണം വേണമെന്നുള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് അവരാണ് അവിടെ തീവണ്ടിയൊക്കെ തട്ടിക്കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് പാകിസ്ഥാനികൾ തന്നെ കൊന്നൊടുക്കുകയാണ്. അതുകൊണ്ട് ആ പാകിസ്ഥാൻ ശിഥിലമാവാൻ വേണ്ടി പോവുകയാണ്, തകരാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു ഭീതി അവർക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവർ കുറേ കൂടി ആസൂത്രിതമായിട്ടുള്ളൊരു ഭീകര ആക്രമണം
നുഴഞ്ഞുകയറ്റത്തിലൂടെ നടത്തി ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നടന്നത്. പക്ഷേ അതിശക്തമായ കനത്ത തിരിച്ചടി കൊടുക്കും. ഒരുപക്ഷേ ഈ ഇപ്പം നടന്ന സംഭവം പാകിസ്ഥാൻ്റെ ഒരു സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള സംഭവങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള കരുത്ത് നമ്മളെ ഭാരതം നേടിക്കഴിഞ്ഞതാണ്. പടന്നയിൽ ഖബർസ്ഥാൻ ചുറ്റുമതിൽ തകർന്നത് നിരപ്പാക്കാൻ എത്തിച്ച സ്വകാര്യ വ്യക്തിയുടെ മണ്ണുമാന്തി യന്ത്രം തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയെന്ന് കാട്ടി കേസെടുത്ത് പിഴ ചുമത്തി പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമയെ സഹായിക്കാൻ നാടൊന്നാകെ കൈകോർത്തു. 20 ലക്ഷത്തോളം രൂപ നൽകി വായ്പ തുക തിരിച്ചടക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപജീവനാർത്ഥം കടം വാങ്ങിയ മണ്ണുമാന്തി യന്ത്രം 57,000 രൂപ തോതിൽ വായ്പ തിരിച്ചടക്കേണ്ടതിനാൽ മണ്ണുമാന്തി യന്ത്ര ഉടമ തമിഴ്നാട് ഈറോഡ് സ്വദേശി എൻ തങ്കരാജ് വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്ന് സഹായഹസ്തം നീട്ടിയത്. നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ 20 ലക്ഷത്തോളം രൂപ നൽകി വായ്പാ തുക തിരിച്ചടക്കാൻ തീരുമാനിച്ചു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ 33 തവണയുള്ള തിരിച്ചടവ് മാസം തോറും പള്ളി മഹൽ നിവാസികൾ അടച്ചു തീർക്കുവാനാണ് തീരുമാനമായത്. നിലവിൽ കുടിശ്ശികയായിട്ടുള്ള 3 ഗഡു 1,72,200 രൂപ കഴിഞ്ഞ ദിവസം തിരിച്ചടച്ചു. വാർത്താസമ്മേളനത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ TP മുത്തലിബ്, PP അഹമ്മദ്, UK മുഷ്താഖ്, VK ഖാലിദ്, സാമൂഹ്യ പ്രവർത്തകരായ മുകേഷ് ബാലകൃഷ്ണൻ, പ്രകാശൻ മുണ്ടക്കണ്ടം, മണ്ണുമാന്തി യന്ത്ര ഉടമ N തങ്കരാജ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചീമേനി അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ ജാഥയ്ക്ക് കാങ്കോലിൽ സ്വീകരണം നൽകി. കാങ്കോൽ ടൗണിൽ നടന്ന യോഗത്തിൽ സുഭാഷ് ചീമേനി കാര്യങ്ങൾ വിശദീകരിച്ചു. ഏപ്രിൽ 26-27 തീയതികളിൽ ചീമേനിയിൽ നടക്കുന്ന അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് കാങ്കോലിൽ സ്വീകരണം നൽകി. വിശദീകരണ യോഗത്തിൽ സുഭാഷ് ചീമേനി സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കുന്നത് അധികാരികൾ പറയുന്നത്, KSCB പറയുന്നത്, കേരളം വലിയ ഊർജ പ്രതിസന്ധിയാണ്. ആ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആണവ നിലയം സ്ഥാപിക്കലാണ്. ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കയ്യിൽ ഭൂമിയുള്ളത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ്. 980 ഹെക്ടറോളം സ്ഥലം ചീമേനിയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ചീമേനിയാണ്. ആ സ്ഥലം ഏറ്റെടുത്ത് തരാനുള്ള നടപടിക്രമങ്ങൾ മാത്രമേ നിങ്ങൾ നടപ്പിലാക്കേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന ഉറപ്പാണ് ഊർജ്ജ വകുപ്പ് മന്ത്രി നൽകുന്നത്. ഡോക്ടർ D സുരേന്ദ്രനാഥ്, N സുബ്രഹ്മണ്യൻ, P മുരളീധരൻ കരിവള്ളൂർ, മേരി അബ്രഹാം, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, T മാധവൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പശുപരിപാലന രംഗത്ത് ഒട്ടേറെ വിജയഗാഥകൾ നമുക്ക് പരിചിതമാണ്. ഈ മേഖലയിൽ പരമ്പരാഗത രീതിയിൽ നടന്ന് വിജയം കൊയ്യുകയാണ് ആലക്കാട്ടെ കേശവൻ മാസ്റ്റർ. കന്നുകാലി വളർത്തൽ പണ്ടത്തെ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാടിയും പുല്ലും കുറച്ച് പിണ്ണാക്കം കൊടുത്താൽ പശുക്കൾ പാൽ ചുരത്തില്ല. വലിയ പ്രതിസന്ധികൾക്കിടയിലും പശുക്കളെ വളർത്തി വിജയം കൊയ്യുകയാണ് ആലക്കാട്ടെ കേശവൻ മാസ്റ്റർ. ഈ ഫാമിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇവിടെ തന്നെ ജനിക്കുന്ന കുട്ടികളാണ്. ഇതുകൊണ്ട് തന്നെ ഓരോ പശുവിനും അതിൻ്റെ പാലുൽപാദനം അനുസരിച്ച് മികച്ച കാളകളുടെ ബീജമാണ് ആദാനം ചെയ്യുക. ഇപ്പോൾ ഇവിടെ HF, ജേഴ്സി, റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട 6 പശുക്കളാണുള്ളത്. ദിവസേന 60 ലിറ്റർ പാൽ അളക്കുന്നു. ഒരു പശുവിൻ്റെ പാൽ പൂർണ്ണമായും മോരാക്കാനാണ് ഉപയോഗിക്കുന്നത്. 6 കന്നുകിടാങ്ങളാണുള്ളത്. ഒരു വർഷം 2 പശുക്കളെ വീതം വിൽക്കാറുണ്ട്. നെൽകൃഷി ഉള്ളതുകൊണ്ട് വൈക്കോലിനും ക്ഷാമമില്ല. പച്ചക്കറിക്കും തെങ്ങിനും കമുകിനും മറ്റു കൃഷിക്കും ചാണകം വളമായി ഉപയോഗിക്കുന്നു. കേശവൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പശു വളർത്തൽ ബുദ്ധിമുട്ടേറിയ ഒന്നല്ല എന്ന് മാത്രമല്ല ആനന്ദദായകം കൂടിയാണ്. ആലക്കാട്ടെ കേശവൻ മാഷുടെ ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പല ജോലി തിരക്കിനിടയിലാണ് മാഷ് ഇത്തരം ഒരു ഫാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 6 പശുക്കളിൽ നിന്നായി മാഷക്കിപ്പോൾ 60 ലിറ്റർ പാല് മാഷ് സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF എരമം കുറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സായാഹ്നം നടത്തി. KPCC മെമ്പർ VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. നിർദ്ദിഷ്ട വാർഡ് വിഭജനം അട്ടിമറിച്ചതിനെതിരെ, പഞ്ചായത്തിന്റെ വികസന വിവേചനത്തിനും മുരടിപ്പിനുമെതിരെ, കുടിവെള്ള പദ്ധതി നടത്തിപ്പിലെ കാലതാമസത്തിനെതിരെ, തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF എരമം കുറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. KPCC മെമ്പർ VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി ഉൾപ്പെടെ ഈ രാജ്യത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് എന്നും വൈകാരികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങളെ പറ്റിച്ച ഭരണകൂടത്തിന്റെ നടപടികൾ അത് വഞ്ചനയായിരുന്നു എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ കാശ്മീരും താഴ്വരകൾ, ഞാനും പ്രിയപ്പെട്ട അൻസാരി സാഹിബും പറയുകയാണ്, ഇന്നൊരു ഭയപ്പെടുത്തലിന്റെ ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. നമ്മുടെ അതിർത്തികൾ തുറന്നിട്ട് ആർക്കും ഈ രാജ്യത്തിനകത്ത് കടന്നു വന്ന് രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ പറ്റുന്ന തരത്തിനകത്തേക്ക് രാജ്യത്തെ തുറന്നിട്ടത് രാജ്യത്തിന്റെ ഭരണവർഗത്തിന്റെ വീഴ്ചയാണ്. അതിന്റെ ഗതികേടാണ് കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ശ്രീധരൻ ആലന്തട്ട അധ്യക്ഷത വഹിച്ചു. അൻസാരി തില്ലങ്കേരി, K ജയരാജ്, B സജിത് ലാൽ, NV ശ്രീനിവാസൻ, മഹമ്മൂദ് ഹാജി, ജോസഫ് കട്ടത്തറ, ഷുക്കൂർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംരംഭകരുടെ ആധുനികവൽക്കരണവും സുസ്ഥിരതയും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ 35 വനിതകൾക്ക് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ 10 ദിവസത്തെ പരിശീലനം നൽകി. ചെറുതാഴം പഞ്ചായത്തിൽ വെച്ചാണ് പരിശീലനം നൽകിയത്. സംരംഭങ്ങളുടെ ആധുനികവൽക്കരണവും സുസ്ഥിരതയും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിലെ 35 വനിതകൾക്ക് കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് മേഖലയിൽ 10 ദിവസത്തെ പരിശീലനമാണ് നൽകിയത്. ചെറുതാഴം പഞ്ചായത്തിൽ വെച്ചാണ് പരിശീലനം. കൈപുണ്യത്തിന്റെ മികവിൽ രുചിയുടെ ലോകത്തെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയും അതോടൊപ്പം കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പുവരുത്തുക, തൊഴിൽ രംഗത്ത് ഉയർന്ന തലത്തിലെത്തിക്കുക എന്നതുകൂടിയുമാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ വിവിധ ഇവന്റുകൾ, മേളകൾ തുടങ്ങിയ പരിപാടികളിൽ ഇനി ഇവരുടെ സേവനവും ലഭ്യമാകും. കുടുംബശ്രീ സംസ്ഥാന പരിശീലന സ്ഥാപനമായ AIFRHM ഡയറക്ടർ R റിജീഷാണ് പരിശീലനം നൽകിയത്. കുടുംബശ്രീയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മേഖലയാണ് കഫേ കുടുംബശ്രീ എന്ന് പറയുന്ന സംരംഭ മേഖല. ഈ മേഖല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ ശക്തമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാറ്ററിംഗ് മേഖലയിൽ. അതിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖല നമ്മൾ മറ്റ് ജില്ലകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫോം ചെയ്തിട്ടുണ്ട്. വലിയ കാറ്ററിംഗ് പ്രോഗ്രാമുകൾ, കുടുംബശ്രീയുടെ തന്നെ മേളകൾ, അതുപോലുള്ള സംവിധാനങ്ങളിലൊക്കെ വലിയ ഇവരുടെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി ബ്ലോക്കിൽ ആരംഭിച്ചിട്ടുള്ള ഏഴോം പഞ്ചായത്ത്, അതുപോലെ തന്നെ ചെറുതാഴം പഞ്ചായത്ത്, കണ്ണപുരം പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള 35ഓളം പേര് ചേർന്നിട്ടുള്ള ഒരു പരിശീലനമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇവരുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാനാണ് ഇവരെ ഉദ്ദേശിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ E വസന്ത, കണ്ണൂർ കുടുംബശ്രീ DPMമാരായ R ആര്യശ്രീ, E സൈജു, ബ്ലോക്ക് കോർഡിനേറ്റർ T അഹ്ലാദ്, MERC വൈസ് ചെയർപേഴ്സൺ MV നിഷി എന്നിവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി ക്ഷേത്രം തന്ത്രി അബ്ദില്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. നിരവധി പേർ പങ്കെടുത്തു. യാഗവും തപസ്സും അനുഷ്ഠിച്ച് ചൈതന്യം പകർന്ന് പരിപാവനമായ തപോവന ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഭക്തിയാദരപൂർവം നടക്കുകയാണ്. ഭക്തി വിശ്വാസങ്ങളുടെ നിറചേതന സംഘവസന്തം ചെയ്യും പരമപവിത്ര ദേവസന്നിധിയാണ് കൊക്കാനിശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മാനവരാശിയെ ക്ഷേത്രത്തിൽ നിന്നും വീക്ഷിച്ച് കാലപ്രവാഹത്തിലും വിശ്വാസത്തിന്റെ വേരുണങ്ങാതെ പഴമയും പെരുമയും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പുണ്യക്ഷേത്രം. ക്ഷേത്രം നശിച്ചാൽ ആ നാടുമുടിയും എന്നാണ് പ്രമാണം. ആയതിൻ പ്രകാരം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്ര വിഗ്രഹത്തിന്
ഹത്തനെ ഉദയ നല്ല സിനിമ ആസ്വദിച്ചു കണ്ടു. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി പ്രമുഖ സിനിമാ താരം ജഗദീഷും ഹത്തനെ ഉദയ കാണാനെത്തി. ജഗദീഷ് സിനിമ കണ്ട് അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചു. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ A.K. കുഞ്ഞിരാമൻ പണിക്കർ രചനയും സംവിധാനവും നിർവഹിച്ച ഹത്തനെ ഉദയ വിജയകുതിപ്പിലേക്ക് ആബാലവൃദ്ധം ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് തിയേറ്ററിലെത്തുന്ന ജനത്തിരക്ക്. കലാസാഹിത്യകാരന്മാർ സിനിമയെ പുകഴ്ത്തുന്ന കാഴ്ചകളാണ് നവമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി പ്രമുഖ സിനിമാ താരം ജഗദീഷും ഹത്തനെ ഉദയ കാണാനെത്തി. നിറഞ്ഞ സംതൃപ്തിയോടെയാണ് ജഗദീഷ് സിനിമ കണ്ടിറങ്ങിയത്. പ്രമോഷൻ സമയത്ത് അതിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഷൈനി വിജയൻ എന്നോട് ഈ ഹത്തനെ ഉദയയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. ഈ സിനിമ ഒന്ന് കാണണമെന്ന് തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞിരുന്നു. ഇത് കണ്ടപ്പോൾ വളരെ എനിക്കിഷ്ടമായി. വളരെ നല്ലൊരു മൂവിയാണ് ഇത്. കാരണം വെച്ചാൽ ഒരു സോഷ്യൽ മൂവിയിൽ ഇത്രയധികം സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു മൂവി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു സോഷ്യൽ മൂവിയിൽ ഇങ്ങനെ ഒരു ത്രില്ലും, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സും ട്വിസ്റ്റുകളും ഒക്കെ ടേൺസും ഒക്കെ ഒരുപാട്. മാത്രമല്ല ഒരു അടിച്ചമർത്തലിൻ്റെ അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. അപ്പോൾ ഇത് ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ മലബാറിൻ്റെ മണ്ണിൽ നിന്നും വിപ്ലവത്തിൻ്റെ മണ്ണിൽ നിന്നും ഈ വിപ്ലവത്തിൻ്റെ തീജ്വാലയാണ്, അതിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് ഈ ഹത്തനെ ഉദയ എന്ന് പറയുന്ന ചിത്രം. ഇത് തീർച്ചയായിട്ടും ശ്രീ കുഞ്ഞിരാമൻ പണിക്കർ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്കൊരു വാഗ്ദാനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്. കേരളത്തിലെ മറ്റു തിയേറ്ററുകളിലും ഹത്തനെ ഉദയ ഉടനെ പ്രദർശനത്തിനെത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏച്ചിലാം വയലിൽ പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടവും ടി നൂറുദ്ദീൻ സാഹിബ് കോംപ്ലക്സ് ഉദ്ഘാടനവും സ്വലാത്ത് വാർഷികവും നടന്നു. മദ്രസ കെട്ടിടോദ്ഘാടനം സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. മർഹൂം ടി നൂറുദ്ദീൻ സാഹിബ് നഗറിൽ ഏപ്രിൽ 23-24 ദിവസങ്ങളിലായാണ് പുതുതായി നിർമ്മിച്ച മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ടി നൂറുദ്ദീൻ സാഹിബ് കോംപ്ലക്സ് ഉദ്ഘാടനവും സ്വലാത്ത് വാർഷികവും നടക്കുന്നത്. മദ്രസ കെട്ടിടോദ്ഘാടനം സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉൽമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. രാവിലെ 7:30 ആഘോഷ കമ്മിറ്റി ചെയർമാൻ VP അഷ്റഫ് പതാക ഉയർത്തി. തുടർന്ന് കാരമേൽ മഖാം സിയാറത്ത് നടന്നു. അഷ്റഫ് ദാരിമി പാലായി, മുസ്തഫ ഹംസ പയ്യന്നൂർ, CH ദാവൂദ് ഹാജി, MC രാമന്തളി, ബെസ്റ്റോ മുഹമ്മദ്, CP സുബൈർ ഹാജി പെരുമ്പ, ഷുക്കൂർ ഹാജി ഒളവറ, സാജിദ് ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടന്ന ധർണ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി T. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി T. മുഹമ്മദ് അലി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യവും മതേതരത്വവും ഒന്നിച്ച് വളരെ സാഹോദര്യത്തോടെ പോകുന്ന നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേർതിരിപ്പിച്ച് കരുനിയമങ്ങളിലൂടെ അവരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കാനും വഖഫ് ഭേദഗതി വരുത്തി ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഭൂസ്വത്തുകൾ കൈക്കലാക്കാനും ഭരണകൂടം നടത്തുന്ന കിരാതമായ ശ്രമങ്ങൾക്കെതിരെ കാസർഗോഡ് ജില്ലയിലെ 39 കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധ ധർണ നടക്കുകയാണ്. റേഞ്ച് അടിസ്ഥാനത്തിൽ 39 കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി ഇവിടെ തൃക്കരിപ്പൂരും ഇന്ന് നാം നമ്മുടെ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ്. റേഞ്ച് പ്രസിഡന്റ് KMK അടച്ചാക്കൈ അധ്യക്ഷത വഹിച്ചു. TK സത്താർ ഹാജി, അല്യസഹ് ബൈത്താൻ, UP ഷെരീഫ്, ഷാഹുൽ ഹമീദ് ചമ്പ്രകാനം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടെലിഫോൺ എക്സ്ചേഞ്ച് അധികൃതർക്ക് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ നിവേദനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ഏഴിമല ചിറ്റടി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന നവീകരണ കലശ കളിയാട്ട മഹോത്സവം വൻ ഭക്തജന പങ്കാളിത്തത്തോടെ നടക്കുന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഏഴിമല ചിറ്റടി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഏപ്രിൽ 22 മുതൽ 25 വരെ നടക്കും. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. കക്കമ്പാറ ശ്രീ അയ്യപ്പ ഭജനമഠ പരിസരത്തു നിന്നും ആരംഭിച്ച കലവറ നിരക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. 4 ദിവസങ്ങളിലായി വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും കലാസാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗവും CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ രാഘവൻ അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. പയ്യന്നൂരുകാർക്ക് രാഘവൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട KR ആണ്. പ്രായാധിക്യത്താലും കഴിയാവുന്ന ദൂരങ്ങളിലൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്ത് അടുത്ത കാലം വരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തന്റെ ചുമതലകളുമായി ഇത്രയും കാലം ഓടി നടക്കുകയായിരുന്നു KR. പയ്യന്നൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി സ്റ്റാളിലെ സ്ത്രീയിൽ നിന്ന് 2000 രൂപ തട്ടിയെടുത്തു. പെരുമ്പ KSRTCക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് തട്ടിയെടുത്തത്. പരമ്പരാഗത അനുഷ്ഠാനവും ഭക്തിയും സമന്വയിച്ച് പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് മീനമൃതേത്. ക്ഷേത്രത്തിലെ കലശ മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആപാലവൃത്തം കവ്വായിക്കായലിലിറങ്ങി മത്സ്യം പിടിച്ച് ദേവിക്ക് സമർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.